ഹായ് ഫ്രണ്ട്സ്, ഈ മുരിങ്ങയുടെ ഇല കൊണ്ട് നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. ഇത് നമുക്ക് മീൻകറിയും തോരനും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചെറിയൊരു ഒഴിച്ചുകറിക്ക് നല്ലതാണ്. ഗുണങ്ങളേറെയാണിത്. കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് ഈ ഇല കൊണ്ട് കറിയൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഇത് കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന്. ചെറിയൊരു കമ്പാണ് അത്, ചെറുതായിട്ടൊന്ന് കിളിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കമ്പ് മുറിച്ചെടുത്തു. എന്നിട്ട് കറി വെക്കാമെന്ന് കരുതി. അതിൻ്റെ ഇലകളെല്ലാം നല്ലതായിട്ട് കഴുകി, അഴുക്കൊക്കെ ഉണ്ട്. ചിലതിലൊക്കെ ഇങ്ങനെ ചിലന്തി വല പോലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും. അതെല്ലാം നോക്കി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു. ഇതിന് കുറച്ച് അരപ്പ് വേണം ഈ ഒഴിച്ചുകറി വെക്കുന്നതിന്. അതിന് നമുക്ക് ഇച്ചിരി തേങ്ങയിൽ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒരു ചെറിയ വെളുത്തുള്ളി ഇട്ടാലും മതി. ഞാൻ ഇത് ഒരു വെളുത്തുള്ളി തന്നെ 2ആയിട്ട് കീറിയിട്ടേക്കുന്നത്. അത് ഇച്ചിരി വലിയ വെളുത്തുള്ളിയായിരുന്നു. അത് ഒരെണ്ണം ഇട്ടാലും മതി. അത് നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വയ്ക്കണം. എന്നിട്ടൊരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് കടുകെല്ലാം പൊട്ടിച്ചിട്ട്, ഇതിന് കൊച്ചുള്ളി ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി, എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഈ കൊച്ചുള്ളിക്കകത്തിട്ട് നല്ലതായിട്ട് മൂപ്പിക്കണം. മൂപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ നേരത്തെ നമ്മൾ മുരിങ്ങയിലെല്ലാം പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഴുക്കെല്ലാം നോക്കി നല്ല പിച്ചി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് മൂപ്പിച്ചിട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് അതൊന്ന് തിളപ്പിക്കണം. അത് നന്നായിട്ട് തിളയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് നല്ലതായിട്ട് ചൂടായി എടുത്താൽ മതി. ഒഴിച്ചറിയാകുമ്പോൾ ഇച്ചിരി ലൂസായിട്ടിരിക്കണമല്ലോ. അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് അതൊന്ന് അതിൻ്റെ പരുവത്തിന് ലൂസാക്കി എടുക്കണം. ഇത് ആരോഗ്യത്തിനൊക്കെ നല്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് അതിൻ്റെ ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ട് എടുക്കണം. ഇത് ഇങ്ങനെ അങ്ങ് തിളയ്ക്കണ്ട. തിളയ്ക്കാതെ സാമ്പാറൊക്കെ തിളയ്ക്കുന്ന പോലെ അത്രയും തിളയ്ക്കണ്ട. ചെറുതായിട്ട് 4 വശവും ഇങ്ങനെ തിള പോലെ വരുന്ന കഴിയുമ്പോൾ നമുക്കങ്ങ് ഓഫ് ചെയ്യാം. തിളച്ചാൽ ഇതിൻ്റെ പീര പോലെ ഇങ്ങനെ കിടക്കും. അത് അങ്ങനെ നമ്മൾ ഇതുപോലെ ഒഴിച്ചുകറി വയ്ക്കുമ്പോൾ തിളപ്പിക്കില്ല. നിങ്ങളിതെങ്ങനെ ചെയ്യുന്നത് അറിയത്തില്ല. ഞാനിത് ചെയ്യുമ്പോൾ ഇത്ര അധികം തിളപ്പിക്കാറില്ല. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും വീട്ടിലൊക്കെ ഉള്ളപ്പോൾ കൊടുക്കാനൊക്കെ നല്ല, ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പം വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചക്കറിയൊക്കെ ആകുമ്പോൾ എന്തെല്ലാം വിഷാംശമൊക്കെ അടങ്ങിയ പച്ചക്കറികളാണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഇതിന് കെമിക്കലൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ. അപ്പോൾ ഇതിനകത്തിട്ടിരുന്ന പച്ചമുളകും എല്ലാം ഇവിടെ തന്നെ ഉണ്ടായതാണ്, അല്ല നമ്മൾ പുറത്തുനിന്ന് മേടിച്ചല്ല. അതുകൊണ്ട് ആരോഗ്യത്തിനൊക്കെ നമുക്ക് ഗ്യാരണ്ടിയാണ്. ഇതുപോലെ ഒരു കറിയൊക്കെ നമുക്ക് വെച്ച് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കിതൊന്ന് വെച്ച് നോക്കണേ. ഈ കറി എല്ലാവർക്കും അറിയാവുന്ന കറിയാണ്. ഞാൻ പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്കിന്ന് എൻ്റെ ഈ ചോറിൻ്റെ കൂടെ ഞാൻ ഈ ഒഴിച്ച് കറിയും പിന്നെ ഇച്ചിരി മീൻ കറി, ഇത് അയിലക്കറിയാണേ, കുറച്ച് മീൻ കറി, പിന്നെ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഒരു നെല്ലിക്കായും, ഇതായിരുന്നു ഞങ്ങളുടെ കറി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.